ചെയ്ത ചേഞ്ചസിൻ്റെ ഒരു ജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ സ്റ്റോക്ക് ആഡ് ചെയ്യണോടത്ത് നിങ്ങൾക്ക് എന്തുണ്ടാവും, ക്വാണ്ടിറ്റി B1 ഉണ്ടാവും. സെയിം ലോട്ട് നമ്പറിൽ തന്നെ, ലോട്ടിൻ്റെ പേരിൽ തന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് യൂണിറ്റ് കോസ്റ്റും കൊടുക്കുക, സെല്ലിംഗ് പ്രൈസ് മാറ്റി കൊടുക്കുക, ഡേറ്റ് നിങ്ങൾക്ക് വേണ്ട പോലെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് പുതിയൊരു സ്റ്റോക്ക് ആഡ് ചെയ്യണമെങ്കിൽ, B1 പുതിയ സ്റ്റോക്ക് ആഡ് ചെയ്യണമെങ്കിൽ നേരെ ഇതിൻ്റെ തൊട്ട് താഴെ ആവും വരിക. അപ്പോൾ നിങ്ങൾ എത്ര എൻട്രി, ഇപ്പോൾ ഞാനൊരു 50 പീസ് വന്നു, B2 വന്നു. ഓക്കെ, അപ്പോൾ ഞാൻ B2 തന്നെ എന്ത് ചെയ്യാണ്, B2 900 ആണ് എൻ്റെ MRP വരുന്നത്. അപ്പോൾ B2 തന്നെ കൊടുത്തു. B2 കൊടുത്തിട്ട് അതിൽ B2 ഡേറ്റ് വന്നത് ഇന്നത്തെ ഡേറ്റിലാണ് B2 ഈ സെയിം പ്രൈസിൽ വന്നത്. നിങ്ങൾ സേവ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താവും, ഇത് റിഫ്ലക്റ്റ് ആവും. B2 ഇപ്പോൾ നമുക്ക് 2 സ്റ്റോക്ക് ഉണ്ടാവും, B2 2 സ്റ്റോക്ക് ഉണ്ടാവും, 900-ൻ്റെതും പിന്നെ അതുപോലെ 50 പീസിന് 120 പീസിനുണ്ടാവും. ഇനി നമുക്ക് റിപ്പോർട്ട്സിൽ വന്നു കഴിഞ്ഞാൽ ലോട്ട് റിപ്പോർട്ട് ഉണ്ട്. ലോട്ട് റിപ്പോർട്ടിൽ കണ്ടോ, B2 നമുക്ക് ടോട്ടൽ 245 പീസ് ഉണ്ട്. അതായത് 195ഉം 50 ഇന്ന് വന്നതും 195 2-ാം തീയതി വന്നു, 15-ാം തീയതി, അങ്ങനെ ആ രീതിയിൽ നിങ്ങൾക്ക് ഡേറ്റ് അനുസരിച്ച് അവിടെ ഗ്രൂപ്പ് ചെയ്ത് ഇവിടെ കാണിക്കും. ഇനി നമ്മൾ ബില്ലിങ്ങിൻ്റെ സെക്ഷനിൽ വരുന്ന ടൈമിൽ ഇവിടെ എന്ത് വരും, ഞാൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ B2 195, B1 എത്ര പീസ്, നിങ്ങൾക്ക് ഇവിടെ പ്രൈസ് ആയിട്ട് കാണിച്ചു തരും. നിങ്ങൾക്ക് B2 സെലക്ട് ചെയ്യുക. B2 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ B2ൻ്റെ ആ പ്രൈസ് നമ്മൾ 900 എന്നുള്ള ആ പ്രൈസ് വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് മാറ്റി കൊടുക്കുക. ഇവിടെ നിന്ന് B2 മാറ്റിയിട്ട് B3 ആക്കി കൊടുക്കുക, അങ്ങനെ വേണമെങ്കിൽ ആക്കി കൊടുക്കുക. എന്നിട്ട് ഞാൻ രണ്ടാമതൊന്ന് ആഡ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ B1 ആഡ് ചെയ്യുകയാണെങ്കിൽ B1 ഇവിടെ വരും. B1 എന്ത് ചെയ്യും, B1ൻ്റെ പ്രൈസ് വരും. നമ്മളോട് B1 പ്രൈസ് കൊടുത്തിട്ടുള്ളത് 700 ആണ്, ആ B1ൻ്റെ പ്രൈസ് വരും. ഓക്കെ, ആ രീതിയിൽ ചെയ്തിട്ടുണ്ട്.